വീട്ടിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ വയ്ക്കാം അത് നോക്കാം. ഇത് തന്നെ മുകളിൽ വീണതേ താഴെ വീണു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് കളക്ട് ചെയ്ത് ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി ഞാനിത് കവർ കളഞ്ഞു. പിന്നെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ പ്രിസർവ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 1 വീക്ക് 2 വീക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റും. ഇതിനാണ് ഞാനിത് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ നല്ല കത്തിയുണ്ട്. കടലിൽ നമ്മൾ ജ്യൂസ് വാങ്ങാൻ പോലെ അല്ല, നല്ല കത്തിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കത്തിയിൽ ഇങ്ങനെ ഉണ്ടാക്കി വച്ചത്, സ്റ്റോർ ചെയ്ത് വച്ചത് കുറച്ച് എടുത്തത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 2 ആഴ്ച അത് ഇരിക്കും, നല്ല ഫ്രഷ് ആയത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പോവാം. ഇത് വലിയ കുപ്പിയാണ്. കുഞ്ഞിതാങ്ങൾ 2 ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വേറെ കുറച്ച് കുതിയുണ്ട്, കൊണ്ടുവരാം. എൻ്റെ കൊതിയുണ്ട്, ഇത് ഒഴിക്കാം. ഇങ്ങനെ എല്ലാവരും വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടാങ്ങൾ ഇങ്ങനെ വീണു കുറേ ചീഞ്ഞു പോവും. അതിന് നമ്മളതിൽ പറിച്ചത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല കറിയാം. ഇപ്പോൾ ചൂട് സീസണല്ലേ, നല്ല ചൂടല്ലേ. അപ്പോൾ 10 പ്രാവശ്യം വെള്ളം കുടിക്കാൻ വരും. അപ്പോൾ ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാക്കി കുടിക്കാൻ പറ്റും നമ്മളിത്. അത് വലിയ കൊപ്പി, ഇതിൽ നിറയില്ല. അത് വേറെ കുഞ്ഞിതല്ലേ നിറക്കിയത്, ഇതിൽ നിറയ്ക്കാം. ഇത് നിറഞ്ഞു. ഈ കുഞ്ഞു കുപ്പി നമ്മൾ 5-6 ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല കത്തിയില്ല, ഇപ്പോൾ കത്തി കൂടുതലാണ്. എന്താ നല്ല കത്തിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. മാങ്ങ എങ്ങനെ മാങ്ങ ജ്യൂസ് ഇത് എങ്ങനെ പ്രിസർവ് ചെയ്യാനത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് ജ്യൂസ് ഉണ്ടാക്കിൻ്റെ കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കിയതാ. അതിൻ്റെ നിങ്ങളിഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ചെയ്തതിൽ ഞങ്ങൾ ഇത്ര കിറ്റ്. ഇത് നമ്മൾ പറിച്ച് ഇങ്ങനെ ചെയ്വാക്കി ഞങ്ങൾ ചീഞ്ഞു പോവും. അതിനെ ഇങ്ങനെ ഒരാഴ്ച കുടിക്കാൻ 2 ആഴ്ച കുടിക്കാൻ്റെ ജ്യൂസാണിത്. സ്ക്വാഷ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ബൈ.